നമുക്ക് ഏത് സമരമാർഗമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും നടത്താൻ പറ്റുന്നത്? ഒപ്പം തന്നെ ഇവർക്ക് ശ്രദ്ധ കിട്ടുകയും വേണം. നിങ്ങൾ ഇതിനെ പരിപൂർണമായിട്ട് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ നിലപാടിനെ വീണ്ടും സ്വാഗതം ചെയ്തേനെ. പക്ഷേ നിങ്ങളെല്ലാവരും തള്ളിപ്പറയുന്ന ഒരു നിലപാട്, അതേ നിലപാട് തന്നെ നിങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് പാർട്ടികളുടെയും ഓഫീസ് അറ്റാക്കിനെ കുറിച്ച് പറയാം. ഇപ്പോൾ കാലിക്കറ്റ് നടന്ന അറ്റാക്കോ തിരുവനന്തപുരത്ത് നടന്ന അറ്റാക്കിനോ നിങ്ങളൊരു ക്രിമിനൽ കേസുമായിട്ട് പോയി, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂമായിട്ട് പോയി, അതിൽ സർക്കാർ കേസെടുക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, പ്രതികളെ പിടിക്കുന്നില്ല, തെറ്റായിട്ടുള്ള ആൾക്കാരെ പിടിക്കുന്നു. ഇത്തരത്തിലൊക്കെയുള്ള മാർഗങ്ങൾക്ക് ശേഷം നിങ്ങൾ ഹർത്താൽ എന്നല്ല മറ്റൊരു മാർഗവുമായിട്ട് വരുന്നതിൽ അർത്ഥമുണ്ട്. മറിച്ച് നിങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗവും കാണാതെ ഏതൊരു പരിഹാര മാർഗത്തെ തേടുന്നതിന് മുമ്പായിട്ട് ഹർത്താൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കടുപ്പിച്ച ഒരു മാർഗം എന്ന് പറയുന്നതോ ഒക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ ചിന്തിക്കുക. ഒരു റഫറൻഡം കേരളത്തിൽ നടത്തി കഴിഞ്ഞാൽ ഹർത്താൽ വേണം എന്ന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ജനം നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അടുത്ത 2 ഹർത്താലുകൾ നിങ്ങൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ തടയില്ല. അത്തരത്തിൽ ആരെങ്കിലും പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും തടഞ്ഞാൽ അവർക്കെതിരെ നടപടി നിങ്ങളുടെ ഈ അസഹിഷ്ണുതയാണ് പ്രശ്നം. ഞാൻ സംസാരിക്കട്ടെ, അല്ല റഹീം, ഞാൻ സംസാരിക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് പറയാലോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ജനങ്ങൾക്ക് അതിനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഇവർ ഹർത്താൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? പകരം ഏതെങ്കിലും ചെറിയൊരു പ്രതിഷേധം, ഒരു കട തുറന്നുകൊണ്ട് ആ ഹർത്താലിനെതിരെ അവൻ്റെ ജീവിതം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്രതിഷേധം, അവൻ്റെ ജീവിത സമരമാണത്. അത് നടത്തിയിട്ടുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് കൊടികളുമായിട്ട് ഇറങ്ങുന്നവർ ഭീഷണിപ്പെടുത്തി അടയ്ക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? നിങ്ങൾ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട് നടത്തുന്ന, ഞാൻ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനെതിരല്ല, പ്രതിഷേധിക്കാതിരിക്കാനുള്ള അത് സംരക്ഷിക്കാൻ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. അല്ല മാർഷലെ, പോസിറ്റീവായി നമ്മുടെ സമൂഹത്തിന് എന്താണ് നല്ലത്, എന്തൊക്കെ മാറ്റണമെന്ന് പോസിറ്റീവ് ചർച്ച നമുക്ക് കാണാം. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അതിൽ ഇവരെടുക്കുന്ന നിലപാട് എക്സ്ട്രീമാണ്. ആ എക്സ്ട്രീം നിലപാട് ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ചേർന്നതല്ല. രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന സ്വഭാവം എക്സ്ട്രീമാണ്. അല്ല, തെറ്റാണ്. എന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയാൻ നിങ്ങളാരാ? അവിടെയാണ് ഹർത്താൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ പോയ ഞാനാണ്. അതുകൊണ്ട് ഇനി മുഴുവൻ സമയവും ഹർത്താൽ വേണം. ആഴ്ചയിൽ 7 ജനങ്ങൾ പഠിക്കുകയുള്ളൂ. ഇവിടെ ശ്രീ പ്രവീൺ പറഞ്ഞാൽ ഞങ്ങൾ ആരും ഹർത്താലിനെ അനുകൂലിക്കുന്നവരല്ല. പക്ഷേ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ അതിനേക്കാൾ വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, കെടുതി അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനെ നേരിടാൻ ഹർത്താലല്ലാതെ മറ്റൊരു മാർഗമില്ലാതെ വരുമ്പോഴാണ് ആ ഹർത്താലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ചെന്ന് വീഴുന്നത്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വിദ്യാഭ്യാസം അവിടെയാണ് ഞാൻ വരുന്നത്. അവർ വിദ്യാഭ്യാസ ബന്ധു വെക്കും അവരുടെ മേഖലയെ മാത്രം. ഏതെങ്കിലും ഡോക്ടർമാരുടെ സംഘടന ഇവിടെ കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പ്രതിഷേധത്തിനെതിരല്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹർത്താൽ എന്ന വിഷയമാണ്. അല്ല, അതിനെ നിങ്ങളെല്ലാവരും ചേർന്ന് പ്രതിഷേധത്തിലേക്ക് എത്തിക്കരുത്. പ്രതികരിക്കാനുള്ള ശേഷിക്ക് ഇവിടെ ആരും എതിരല്ല. പക്ഷേ ഹർത്താലിന്റെ ജനകീയ വിരുദ്ധത, ഹർത്താൽ ജനദ്രോഹ നയം, അതിനെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണ് പിന്നെ നാളെ ആർക്കും പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ എന്നാണോ? വിദ്യാർത്ഥി സംഘടന ഇല്ലാതെ പോയോണ്ടാണോ? അങ്ങനല്ല. നമ്മൾക്ക് മറുപടി ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു വിഷയത്തിൽ ഒരിക്കലും ഇവിടെ എല്ലാവരും സമരം നടത്തുന്നുണ്ട്. പക്ഷെ ഹർത്താൽ ഇതിൽ എളുപ്പമുള്ള പണി എന്താ? ഹർത്താലൊക്കെ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഈ പാടുള്ള പണി തന്നെ എടുക്കുന്നത് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് പറയാം. അത് ഈ എടുക്കുന്നത് ഹർത്താൽ ബുദ്ധിമുട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. നിങ്ങൾ ജില്ലാ തലത്തിൽ വാഹന പ്രചരണയാതെയോ കാൽനട യാതൊക്കെ മെനക്കേടാ നടക്കണം. ശ്രീ റഹീമിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ UPA ഗവൺമെന്റ് സമയത്ത് പാചക വില വർധനവ് ഉണ്ടായപ്പോൾ CPM ഇവിടെ അടുപ്പുകൂട്ടി സമരം നടത്തി ഇല്ലേ? എന്തൊരു നല്ലൊരു സമരം, എന്തൊരു വാർത്ത. ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ VS അച്യുതാനന്ദൻ ഇവിടെ ഇരുന്ന് പായസം കുടിക്കുന്നത് മുതൽ പിണറായി വിജയൻ എവിടെയെങ്കിലും ചെയ്തവരെ എത്രയോ വാർത്തകൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഹർത്താൽ ദിവസം ഉണ്ടാക്കുന്ന വാർത്തകൾ ഇവരിതാണോ? അല്ല, അന്ന് ആ വിഷയങ്ങൾ വാർത്തയുണ്ടാക്കി. അത്തരത്തിൽ സർഗാത്മകമായ സമരങ്ങൾ, രാപ്പകൽ സമരം പോലെ സമരങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർക്കത് ചെയ്തുകൂടാ? ഏതെങ്കിലും ഒരു ഹർത്താൽ നടത്തിക്കഴിഞ്ഞാൽ
അതിൻ്റെ പൾസ് രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും അവലോകനം ചെയ്യാറുണ്ടോ? പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഹർത്താൽ സമാധാനപരമായിരുന്നു എന്ന് വന്നാൽ ജനം അതിനെ തോളിലേറ്റും. അതേസമയം അക്രമാസക്തമായിരുന്നു എന്ന് പറയുമ്പോൾ ജനം പുച്ഛിക്കുന്നു. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളണം. ഈ ഹർത്താലിനെതിരായിട്ടോ അല്ലെങ്കിൽ അത്തരം രീതികൾക്കെതിരായിട്ടോ പറയുന്നതിനെ പ്രതിഷേധങ്ങൾക്കെതിരാണ്, പ്രതികരണങ്ങൾക്കെതിരാണ്, രാഷ്ട്രീയത്തിനെതിരാണ് പോലുള്ള വാദങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത് കയ്യിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അത് ശരിയായ ഒരു ആർഗ്യുമെന്റ് അല്ല. അത്തരം ആർഗ്യുമെന്റുകൾ കൊണ്ട് മാത്രം ഇതിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളോ ഒന്നും നിലച്ചു പോകത്തുമില്ല. ശരിയായ രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടും രാഷ്ട്രീയത്തിനെ കുറിച്ച് തിരിച്ചറിയുന്നത് കൊണ്ടും തന്നെയാണ് രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനും ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് സമയവും എഫേർട്ടും ഒക്കെ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ, ബാക്കി എല്ലാവരും മറ്റു മാറി നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന രീതി കൊണ്ട് ആർഗ്യുമെന്റുകൾക്കെതിരെ വരേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ട്, വ്യക്തമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് നിങ്ങൾ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നത് എങ്കിൽ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എതിർത്തത് നോട്ട് നിരോധനത്തിനെയാണല്ലോ. ഇന്ത്യ എന്ന രാജ്യത്തിനെ തന്നെ നശിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത്. നോട്ട് നിരോധനത്തിനെതിരെ കോൺഗ്രസ് എവിടെ ഹർത്താൽ നടത്തി? CPM ഈ ഇടക്കാലത്ത് ഏറ്റവും അധികം എതിർത്ത വിഷയങ്ങൾ പല വിഷയങ്ങളുമുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഏത് വിഷയത്തിനു വേണ്ടിയിട്ടാണ് CPM വ്യാപം അഴിമതിക്കെതിരായിട്ട് CPM എവിടെയെങ്കിലും ഹർത്താൽ നടത്തിയോ? BJP എടുക്കാമല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസംഗം രാജ്യത്തിനെ മുഴുവനും പാകിസ്ഥാന്റെ കാൽ കീഴിൽ കൊണ്ട് കെട്ടുന്നതെന്നാണല്ലോ BJP നേതാക്കൾ കേരളം മുഴുവനും പ്രസംഗിച്ചത്. അതിന് നിങ്ങൾ എവിടെ ഹർത്താൽ നടത്തി? അപ്പോൾ ജനത്തിനെയും രാജ്യത്തിനെയും ബാധിക്കുന്ന പല വിഷയങ്ങളെയും ശ്രീ റഹീം നേരത്തെ പറഞ്ഞല്ലോ, ശിവപ്രസാദിന്റെ അച്ഛനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നതിന് ഹർത്താൽ നടത്താത്ത നിങ്ങളുടെ ആ പാർട്ടി ഓഫീസിന് മുമ്പിൽ വീണ ബോംബിന് ഹർത്താൽ നടത്താൻ പോയത് എന്താ? അപ്പൊ ശിവപ്രസാദിന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ആ പാർട്ടി ഓഫീസിൽ കിടക്കുന്ന കല്ലിനും മണ്ണിനും കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സെലക്റ്റീവാണ്. പെട്ടെന്ന് ഊതി വെറുപ്പിച്ചെടുക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾ കൊണ്ട് ഹർത്താൽ നടത്തുന്നു നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്. അല്ലാതെ വ്യക്തമായ വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് ഹർത്താൽ ഒരു പരിഹാരമാണെന്ന് മനസ്സിലാക്കി അല്ല പലപ്പോഴും അതിലേക്ക് പോകുന്നത്. ശ്രീ പത്മകുമാർ സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. BJP ഓഫീസിനെതിരെ ബോംബ് എറിഞ്ഞതിൽ നിങ്ങൾ ഹർത്താൽ നടത്തി. ഇതുവരെ അതിനനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണം സർക്കാരിൽ നിന്നും നടത്തിയിട്ടില്ല എങ്കിൽ അതിനെതിരെ എന്ത് പ്രതിഷേധമാണ് നിങ്ങൾ നടത്തിയത്? സത്യത്തിൽ നിങ്ങൾ അന്ന് നടത്തിയ ഹർത്താൽ ഇന്നല്ലേ നടത്തേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴല്ലേ ആ ഹർത്താൽ നടത്തേണ്ടിയിരുന്നത്? ചുരുക്കി പറഞ്ഞാൽ അന്ന് ഇന്നലെ പുതുവൈപ്പിൽ ഒരാളുടെ കോളർ പിടിച്ചിട്ട് ഒരു പയ്യനെ വലിച്ചെടുത്തോണ്ട് SP നടത്തണമെന്നാ പറയുന്നത്. ഭീകരമാണ് കേരളത്തിൽ. ഇതുവരെ നടന്നിട്ടില്ല. SP വലിച്ചെടുത്തോണ്ട് പ്രതിഷേധ സമരങ്ങൾക്കല്ല ഇത്. എന്നാൽ ഹർത്താൽ എന്നുള്ള ജനദ്രോഹപരമായ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.